ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ 6 AM ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഭിലാഷ്, എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിൽ താമസിക്കുന്നു. വൈക്ടോറിയം ബിസിനസ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കുറച്ച് കാലാവസ്ഥയുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ MC പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ള MC ഇന്ന് കയറാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ സാങ്കേതിക തടസ്സങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലല്ല, പല ആളുകൾക്കും റേഞ്ച് പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. ഓഡിയബിൾ അല്ല, കേൾക്കാനല്ല തെളിവിലും കേൾക്കാം. ഓക്കെ. എനിവേ നമ്മള് എല്ലാ ദിവസവും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, വൈക്ടോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികൾക്കും ഏതെല്ലാം പ്രതിസന്ധികളെ എങ്ങനെയെല്ലാം തരണം ചെയ്യാം എന്നുള്ളത് കൃത്യമായ രീതിയിൽ ബോധ്യമുള്ളതാണ്. കാരണം നമുക്ക് ഈ ബിസിനസ് ചെയ്തേ മതിയാവുള്ളൂ, ഇവിടെ ആരുണ്ട് ഇല്ല എന്നുള്ളതല്ല, മറിച്ച് നമ്മളുണ്ടോ എന്നുള്ളതാണ് വൈക്ടോറിയത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയണം. എനിവേ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു പ്രഭാതം നമുക്ക് ജഗദീശ്വരൻ സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് ഈ ദിവസം ലഭിക്കാതെ പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഈ ഒരു ദിവസം അനുഗ്രഹീതമാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മനുഷ്യനും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഈ ഒരു പ്രഭാതത്തിൽ എല്ലാ ദിവസവും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി കയറുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വൈക്ടോറിയം ബിസിനസ്സിലൂടെ ഒത്തിരി ഒത്തിരി അറിവുകൾ ദിവസവും നമുക്ക് ഒരുപാട് ലീഡേഴ്സ് പകർന്നു തരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സൺഡേ പ്രോഗ്രാമിൽ ഒരുപാട് അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാ ഞായറാഴ്ചകളിലും നിരവധി നമുക്ക് അത്തരം അനുഭവങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന പല പല റിസൾട്ടുകളാണ്. എനിവേ എല്ലാ ഞായറാഴ്ചകളിലും പുതിയ വ്യക്തികൾക്കുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരെയും നമ്മുടെ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറ്റുക. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു ദിവസം വിഷയം എന്നുള്ളത് 1-to-1 പ്രസന്റേഷൻ, എഫക്റ്റീവായിട്ട് ഒരു 1-to-1 എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ള വിഷയമാണ്. അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലീഡറായിട്ടുള്ള സജീവൻ സാറാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതും അതോടൊപ്പം തന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുഭവ ഒരു സമ്പത്ത് കൈവശമുള്ള ഒരു വ്യക്തി കൂടിയാണ്. കാരണം നിരന്തരം ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ആക്ടിവിറ്റീസുകളാണ് നമ്മുടെ പ്രധാനമായിട്ടും വേണ്ടത്. ഒന്ന് നമ്മുടെ ഫീൽഡ് ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ നമുക്ക് പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 കാര്യങ്ങളിലും വളരെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രസന്റേഷൻ നന്നായി എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ഒരാളോട് ഈ ബിസിനസ് എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റേജിലാണെങ്കിലും അതോടൊപ്പം തന്നെ സൂമിലാണെങ്കിലും ഒക്കെ നന്നായി ആളുകളോട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ലീഡർ കൂടിയാണ്. വളരെ വളരെ എഫക്റ്റീവായിട്ട് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 1-to-1 പ്രസന്റേഷനിൽ ഏറ്റവും നന്നായി ഇത് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി, ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട സജീവൻ സാറ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എങ്ങനെ ഈ ഒരു 1-to-1 പ്രസന്റേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എരമല്ലൂർ സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട സജീവ് സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു അഭിലാഷ് സാർ. എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സജീവ് എന്നാണ്, എരമല്ലൂരാണ് സ്വദേശം. എന്നെ MLM എന്ന് പറയുന്ന മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയത് എൻ്റെ പ്രിയപ്പെട്ട ലീഡർ ദീപു സാറാണ്. അകാലത്ത് പൊലിഞ്ഞുപോയ ദീപുവിന്റെ മുന്നിൽ അവന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് 2 വാക്ക് സംസാരിക്കുന്ന രീതിയിലേക്ക് എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ ഗ്രേറ്റ് ലീഡറായ അഭിലാഷ് സാറാണ്.
അഭിലാഷ് സാർ തന്നെ എനിക്ക് MC ആയിട്ട് വന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഒരു നെറ്റ്വർക്കർ എങ്ങനെയായിരിക്കണം എന്ന് കണ്ടുപഠിച്ചത് അഭിലാഷ് സാറിലൂടെയാണ്. ഞാനിതിനു മുമ്പ് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോ ഏകദേശം 4ാമത്തെ ബിസിനസ്സിലേക്കാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അഭിലാഷ് സാറിനെ പരിചയപ്പെട്ട സമയം മുതൽ തന്നെ സാർ എടുക്കുന്ന ഏത് കൺസെപ്റ്റിന്റെ കൂട്ടത്തിൽ ഞാൻ ശക്തമായിട്ട് നിന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏകദേശം 20-22 വർഷത്തെ നെറ്റ്വർക്ക് പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നതിന്റെ ശരിയും തെറ്റും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് കടന്നു വരുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അഭിലാഷ് സാറിന്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നെറ്റ്വർക്കിൽ എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ കടന്നു വന്നിരുന്ന ഓരോ മേഖലകളിലും എങ്ങനെയായിരുന്നു സംഭവിച്ചതെന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഞങ്ങൾ കടന്നു വന്ന മേഖല കൂട്ടി താക്കോൽ കൊടുത്തിട്ട് പോന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ബയോടൂറിയത്തിൽ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കമ്പനിയുടെയും പ്രൊഡക്റ്റിന്റെയും ഗുണം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1-to-1 പ്രസന്റേഷൻ നമ്മളൊക്കെ പല രീതിയിൽ ആൾക്കാരിലേക്ക് ഈ പ്രൊജക്റ്റ് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ പ്രൊജക്റ്റ് എത്തിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്നേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇതിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. അറിയാലോ, BOP പ്രസന്റേഷനിലൂടെയും ഹോം മീറ്റിങ്ങുകളിലൂടെയും 1-to-1-ലൂടെയൊക്കെ നമുക്ക് ഈ പ്രൊജക്റ്റും പ്രൊഡക്റ്റും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൽ ഏറ്റവും എഫക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ട് 99% ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് 1-to-1 പ്രസന്റേഷൻ, അല്ലെങ്കിൽ 2-1 പ്രസന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്ന രീതി എല്ലാം നിങ്ങൾക്കറിയാം. ഈ 1-to-1 പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കാത്തതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരാളെയും പഠിപ്പിക്കാനോ എടുക്കാനോ അല്ല. ഫീൽഡിൽ ഇറങ്ങി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. പലർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ തിരുത്തിയാൽ വളരെയേറെ നല്ലത്. ഞാനും ഫീൽഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, എനിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന തെറ്റുകളും കാര്യങ്ങളും തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെയ്ത് പഠിക്കേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു 1-to-1 പ്രസന്റേഷനിൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ സെക്ഷനിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരാള്, ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തമായി വിദ്യാഭ്യാസം അടക്കം ഇന്ന് വരെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതായത് ജനിച്ചു വീണതിന് ശേഷം അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് സ്കൂളിൽ ചെന്ന് പഠിച്ച് വിദ്യാഭ്യാസം നേടിക്കൊണ്ടു പോകുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. 99% ആൾക്കാരെയും വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടുള്ളത് അവരുടെ മാതാപിതാക്കളായിരിക്കും. ഉറപ്പല്ലേ? എന്ന് പറയുന്ന പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് നമ്മളെ ആരാണോ കൈപിടിച്ചു കൊണ്ടുവരുന്നത്, ആ കൈപിടിച്ചു കൊണ്ടുവരുന്ന ആളുടെ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അംഗനവാടി, അതായത് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോഴാണ് പ്ലേ സ്കൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് അംഗനവാടി പോലുള്ള സാധനങ്ങൾ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അംഗനവാടിയിലേക്ക് നമ്മളൊരു കുട്ടിയെ കൊണ്ട് നിർത്തുന്നതും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും അവൻ അവിടെ ചെന്ന് ആ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരുന്ന സമയത്ത് മാത്രമാണ് പിന്നീട് അവന് അതിലേക്ക് പോകാനും എടുക്കാനുമുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുന്നത്. അതുവരെയും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, അച്ഛനമ്മേനെ വിട്ട് മാറി നിൽക്കാൻ ആ കുട്ടിക്ക് ഇഷ്ടമല്ലായിരിക്കും. കൊണ്ടാക്കി കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പലരും അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആ അന്തരീക്ഷമായിട്ട് നമ്മൾ എപ്പോൾ ഇണങ്ങിച്ചേരുന്ന സമയം മുതൽ നമ്മൾ അതിലേക്ക് എത്തുവാൻ തയ്യാറാകും. അങ്ങനെയാണ് നമ്മൾ ഞായറാഴ്ചകളിൽ വരെ ബാഗൊക്കെ തൂക്കി നിൽക്കുന്നത്, പഠിക്കാൻ പോകണമെന്നും പറഞ്ഞു. പക്ഷെ ഞായറാഴ്ച പഠിത്തമില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഒരു വ്യക്തിയുടെ കൈപിടിച്ച് കടന്നു വരുമ്പോൾ ആ വ്യക്തി നമ്മളെ ഏത് രീതിയിൽ ഫോം ചെയ്യണം. ഒരാൾ ഇവിടെ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം തുല്യ അവകാശികളാണ് ആ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളും അസോസിയേറ്റ് ചെയ്യുന്ന ആളും.
ഇവിടെ ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലാതെ ഒരു സാധനവും ഭൂമിയിൽ രൂപം കൊണ്ടിട്ടില്ല. 101% നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ജന്മത്തിന് തന്നെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. ഭൂമിയിലുള്ള എന്ത് സാധനം എടുത്തോളൂ, രണ്ടോ രണ്ടിൽ കൂടുതൽ വ്യക്തികളോ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മൾ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരുന്ന വ്യക്തിയും നമ്മളും തുല്യമായിട്ട് ഇതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നമ്മളുടെ പരാജയത്തിന് കാരണം പാതി ലീഡറും പാതി നമ്മളുമാണ്. ഇപ്പോ പലരും പറയുന്നത് ലീഡറിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് എനിക്ക് വിജയിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ രണ്ടുപേരും ഒരേപോലെ ബാധ്യസ്ഥരാണ്. ഇതിൽ ഒരു പകുതി പാർട്ട് ലീഡറിന്റെ തന്നെയാണ്. ഈ വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഏത് രീതിയിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി ഒരു നെറ്റ്വർക്കറാക്കി ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ശരിക്കും ഒരു ലീഡറിന്റെ ദൗത്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കടമയാണ്, ഒരു ഉത്തരവാദിത്വമാണെന്ന് ലീഡർ സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാരെ എത്ര മോൾഡ് ചെയ്താലും ക്ലിയർ ആകാതെ വരുന്നു, അവരെയും ക്ലിയർ ആക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ അവരവരുടെ രീതിയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം ആപ്റ്റ് ആകില്ല. എപ്പോഴും അഭിലാഷ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, തെങ്ങിനും കവിങ്ങിനും ഒരു തളപ്പയിടരുത് എന്ന് പറയും, തവളയെ മരം കയറ്റാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയും. കറക്റ്റാ. അപ്പൊ നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ മോൾഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പകുതി ഉത്തരവാദിത്വം നമ്മളും പകുതി ഉത്തരവാദിത്വം അവരും ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഇത് സക്സസ് ആയിട്ട് പോകുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അക്കാദമിക്കൽ നോളജ് അല്ല ആവശ്യം. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം കേട്ടോ. അക്കാദമിക്കൽ നോളജ് അല്ല നെറ്റ്വർക്ക് വിജയിക്കാൻ ഏറ്റവും വലിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സലീമിക്കയുടെ കാര്യം എപ്പോഴും സലീമിക്ക പറയാറുണ്ട്. സലീമിക്കയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇന്ന് രാജു സാറിനെ പോലെയുള്ള ഡോക്ടേഴ്സിന്റെ ഒപ്പം കെട്ടപിടിക്കുന്ന രീതിയിലാണ് ഒരു മനുഷ്യ ശരീരത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സലീമിക്ക പറയുന്നത്. അതിലുണ്ടാകുന്ന ഹോർമോണുകളെ പറയുന്നത്, അതിന്റെ അവയവങ്ങളെ കുറിച്ച് പറയുന്നത് പലപ്പോഴും അത്ഭുതത്തോടു കൂടെ ഞാൻ കേട്ടിരുന്നിട്ടുള്ളൊരു സാധനമാണ് സലീമിക്ക പറയുന്നത്. അപ്പൊ സലീമിക്ക പറയും എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്. ശരിക്കും ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു കഴിവുണ്ടാകുമോ? ഒരു അമാനുഷികമായ കഴിവ്. ഇപ്പൊ നമ്മളെല്ലാവരും കാണുന്ന ഏറ്റവും റീസെന്റ് ആയിട്ട് ഈ സമൂഹത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി. വേടന്റെ ഒരു പാട്ടിലൊരു വരിയുണ്ട്, ഇന്നത്തെ മുറിവ് നാളെ അറിവല്ലേ എന്ന് പറയുന്നത്. കറക്റ്റാ. നമ്മൾ ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഓരോ മുറിവുകളും നമുക്ക് അറിവുകളാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാ. ഒരു ചോദ്യം ഒരു സമയത്ത് മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ ആ ചോദ്യം പിന്നെ എവിടെ നിന്ന് വന്നാലും നമുക്കത് പറയാൻ പറ്റും. അപ്പോ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും അഭിലാഷ് സാർ അടക്കമുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ലിസ്റ്റ് മേക്കിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന 99% ആളുകൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചറിയാം, പ്രൊജക്റ്റിനെ കുറിച്ചറിയാം, ഇതിൽ നല്ല വരുമാനം കിട്ടുമെന്നറിയാം, ഇത് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമെന്നറിയാം. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് എഫക്റ്റീവ് ആയിട്ട് പറയുന്നത് കൊണ്ടോ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത് കൊണ്ടോ, എപ്പോഴും അഭിലാഷ് സാർ എന്ന് പറയുമ്പോൾ അഭിലാഷ് സാർ എന്നാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അഭിലാഷ് സാറിന്റെ അടുത്ത് പറയുന്നത്. അഭിലാഷ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിന്റെ ഒരു പ്രചാരകരായിട്ട് നടന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഒരാളിൽ നിന്ന് ഫണ്ട് മേടിച്ച് കമ്പനിയിലേക്ക് അയച്ച് അവർക്ക് പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, പ്രൊഡക്റ്റിനെ കുറിച്ചറിയാം, പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നറിയാം, ഇത് ചെയ്താൽ കാശ് കിട്ടുമെന്നറിയാം. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുള്ളൂ. എപ്പോഴും ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ കാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വലിയ വലിയ മരങ്ങളിൽ തട്ടി നമ്മൾ വീഴാറില്ല, കൊച്ചു കൊച്ചു വള്ളികളിൽ തട്ടിയാണ് വീഴാറുള്ളത്. ഈ കൊച്ചു കൊച്ചു വള്ളികൾ നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയും. ഈ അവഗണിച്ച് കളയുന്നതാണ് നമുക്ക് സെയിൽസ് ക്ലോസിംഗിലേക്ക് ചെല്ലാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു മിനിറ്റ്. വൺ ടു വൺ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ BOP-യിലൂടെയോ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന രീതിയിൽ നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ നമുക്കറിയാവുന്ന ക്വാളിഫിക്കേഷനിൽ എതിരെ ഇരിക്കുന്നവനോട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല വൺ ടു വൺ പ്രസന്റേഷൻ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
കാരണം അതിന് ഏറ്റവും ഉദാഹരണം ഇപ്പൊ ഞാൻ സലീമിക്കയുടെ കാര്യം പറഞ്ഞു. സലീമിക്ക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും സലീമിക്ക കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ മുന്നിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരു സാധനം, ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ നിയോഡൈമിയോ എന്നോ നാനോ ടെക്നോളജി എന്നോ ബ്ലഡ് സർക്കുലേഷനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം കേൾക്കുന്ന വാക്കുകളായിരിക്കും ഇതെല്ലാം. നമ്മൾ ഓർക്കും നമ്മളെല്ലാം വളരെ വ്യക്തമായിട്ട് അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, എന്നിട്ട് എന്താണ് ഈ പൊട്ടന് മനസ്സിലാകാത്തതെന്ന് പറയും. അയാളുടെ മനസ്സിൽ അയാൾ ആദ്യമായി കേൾക്കുന്ന വാക്കുകളാണിത്. എന്താണ് സംഭവം എന്ന്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 1-to-1 പ്രസന്റേഷന് വേണ്ടി പോകുമ്പോൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മളെക്കാൾ ലോകപരിചയമുള്ള ഒരാളാണ് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഇരിക്കുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസം എന്താണോ, ആ ഇരിക്കുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ, അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നമ്മളുടെ കഴിവ് കാണിക്കുകയോ നമ്മളുടെ വിദ്യാഭ്യാസം കാണിക്കുകയോ ക്വാളിഫിക്കേഷൻ കാണിക്കുകയോ അല്ല ചെയ്യേണ്ടത്. എതിരെ ഇരിക്കുന്ന വ്യക്തിക്ക് ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത് ആ മനസ്സിലാകുന്ന രീതിയിലേക്ക്. ഞങ്ങൾ വേറൊരു കമ്പനി ചെയ്തപ്പോൾ അവിടുത്തെ ഗ്രേറ്റ് ലീഡർ ഒരു കാര്യം പറയുമായിരുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം പോലെ ആയിരിക്കണമെന്നാണ് പറയണം. ഏത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നോ ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് വരുന്നതാണ് ദ്രാവകം എന്ന് പറയുന്നത്. അതേ രീതിയിലായിരിക്കണം. കുടിലിൽ ചെന്നാലും കൊട്ടാരത്തിൽ ചെന്നാലും ചായക്കടയിൽ ചെന്നാലും ഒരേ രീതിയിലല്ല പ്രസന്റ് ചെയ്യേണ്ടത്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കണ്ടന്റുകളെല്ലാം വേണം. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ പറയുകയല്ല വേണ്ടത്, അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് സെയിൽ കിട്ടാത്തതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ്. ലിസ്റ്റ് നമ്മൾ മേക്ക് ചെയ്യും. 100 പേരെ 150 പേരുടെ ലിസ്റ്റ് ഇടാൻ പറയുന്നുണ്ട്. അവിടെ മുൻവിധി പാടില്ല എന്ന് പറയുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ നമ്മളുടെ സെയിൽസ് ക്ലോസിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് നെറ്റ്വർക്കിൽ പറയുന്നത്. ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ഇൻവിറ്റ് ചെയ്ത് നമ്മൾ ആ ഇൻവിറ്റേഷൻ എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന സമയം മുതൽ ഒരു സെയിൽസ് ക്ലോസിംഗ് സ്റ്റാർട്ട് ചെയ്യും. 99% ആൾക്കാർ, നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നല്ല, 99% ആൾക്കാരും നമ്മളെ ഒരു വീട്ടിലേക്ക് കൊണ്ടു ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയുന്നത്, ഞാനൊരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഒന്നാമത്തെ തെറ്റ് അവിടെയാ. ചെറിയ പരിപാടി ചെയ്യാൻ വന്നു. ഇത് ചെറിയ പരിപാടിയാണോ? അപ്പൊ ചെറിയ പരിപാടി കേൾക്കുന്ന ലാഘവത്തിലായിരിക്കും അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ പോകുന്ന ആളെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട്, അവന്റെ ഒരു രീതിയെ കുറിച്ച് ആരാണോ ലീഡർ, ആ ലീഡറിനോട് നമ്മൾ ഒന്ന് പറഞ്ഞിരിക്കണം. അത് പലരും ചെയ്യുന്നില്ല. ആ ആളെ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ലീഡർ. ആ ലീഡറിനോട് ചെല്ലുന്ന ആളെ കുറിച്ച് ഒരു ചെറിയ രൂപരേഖ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കണം, ലീഡറിന് കൊടുത്തിരിക്കണം. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എതിരെ ഇരിക്കുന്നവൻ പുലിയാണ് എന്ന് വിചാരിച്ചു വേണം നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ. ആ പറയുന്ന വ്യക്തി നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെ 99% കട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചോളൂ. 101% ഞാൻ പറയും, അവരിൽ നിന്ന് നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് എതിരെ ഇരിക്കുന്നവന്റെ ചോദ്യത്തെ കട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാവുന്ന ഈ കാര്യങ്ങൾ മാത്രമല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യും? എന്താണ് ഇതിലെ ഇരിക്കുന്നവൻ ചോദിക്കാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിരിക്കുന്നത് ഒരു കച്ചവടത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനം അവനെ പിടിപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അവനും ബോധ്യമുണ്ട്. ഉറപ്പല്ലേ? നമ്മൾ ചെന്നിരിക്കുന്നത് കച്ചവടത്തിന് വേണ്ടി തന്നെയാണ്. ഇത് നമ്മൾക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോ ചോദിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ 1-to-1 പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കുന്നത്. ഈ രീതി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ അവലംബിക്കണമെന്നോ എടുക്കണമെന്നോ എനിക്ക് താല്പര്യമില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ, സലീമിക്ക പറയുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറയും. ഉദാഹരണത്തിന്, ഞാൻ സലീമിക്ക എൻ്റെ ഗ്രേറ്റ് ലീഡറാണ്, എൻ്റെ അപ്ലൈൻ ലീഡറാണ് സലീമിക്ക. എനിക്കിതിൽ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ലതിക മാഡം ഉണ്ട്. ലതിക മാഡത്തിന്റെ അടുത്തേക്ക് ഞാൻ നമ്മുടെ സലീമിക്കയുമായിട്ട് പ്ലാൻ പ്രസന്റേഷന് പോവുകയാണ്. ലതിക മാഡത്തെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സലീമിക്ക എൻ്റെ ലീഡറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ
ലതിക മാഡത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ സലീമിക്കയോട് ലതിക മാഡത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ലതിക മാഡം ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തണം. എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത്? ഞാനാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സലീമിക്ക, ഇതെന്റെ സുഹൃത്താണ് ലതിക, വളരെ പവർഫുൾ ലേഡിയാണ്. എന്തും കാര്യം പറഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഐക്യമുള്ള ആളാ, ബുദ്ധിയുള്ള ആളാ. അധികം ഒരു കാര്യമൊന്നും പറയണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പറയാനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ലതിക ചേച്ചിയോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ലതിക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? വ്യക്തമായിട്ടുള്ള മറുപടി തരുന്ന ഒരാളാ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ശരിയും തെറ്റും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അത്രക്ക് ബുദ്ധിയുള്ള ഒരു ലേഡിയാണ് ലതിക മാഡം. ലതിക മാഡത്തിനോട് തിരിച്ച് സലീമിക്കാണ്. ലതിക മാഡം ഒരിക്കലും സലീമിക്ക ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുമോ? അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയോ? പറയില്ല. കാരണം ഇത് കേൾക്കുമ്പോ അപ്രിസിയേഷൻ, ഒരു പുകഴ്ത്തൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഭൂമിയിലില്ല. കൊച്ചു കുട്ടികൾ കരയുന്നത് വരെ അവർക്കൊരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയാ. അവരെ ഒന്ന് എടുത്ത് ഒക്കത്ത് വെക്കുമ്പോൾ അവരുടെ കരച്ചിൽ മാറി എന്ന് പറയുന്ന പോലെ ലതികയോട് ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ലതിക മാഡം ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഞാൻ അവൻ പറഞ്ഞ ഒന്നും കേൾക്കില്ല, ഒന്നും സലീമിക്കയോട് തിരിച്ചു പറയില്ല. കാരണം സലീമിക്ക ആദ്യമായിട്ട് കാണുകയാണ്. 2, ലതിക മാഡത്തിനോട് സലീമിക്കയോട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞു, ഒരു പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ആപ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സലീമിക്ക. ഇത് ലതിക മാഡത്തിനോട് പറയണമെന്ന് തോന്നിയപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് സലീമിക്കയെ കിട്ടിയാൽ മതി. കാരണം എന്നോട് സലീമിക്ക ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോ അതേ രീതിയിൽ തന്നെ ഇത് ലതിക മാഡത്തിന് മനസ്സിലാകും. ഇതൊന്ന് കേട്ടു നോക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ ഗുണം എന്താന്നുള്ളത്. ഇതൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് എന്നുള്ള രീതിയിൽ ഇവരെ തമ്മിൽ ക്ലോസ് ചെയ്യിക്കുക. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും സലീമിക്ക പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായി ആദ്യമായി കേൾക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുക. നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും കാര്യങ്ങളും കഴിയാവുന്നതും സൈലന്റ് ആക്കി വെക്കുക. വളരെ ശ്രദ്ധയോട് തന്നെ ഇരിക്കുക. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റിപ്പോകുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ചില വ്യക്തികൾക്ക് ഒരു പ്രശ്നം വരും. നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റിലാണ് ഈ വിഷയങ്ങളെല്ലാം വരുന്നത്. ഒരു വ്യക്തി സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയുമുള്ള വ്യക്തിയാണ്. നമ്മളെ കാണുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും അവർക്ക്. ഞാൻ നെറ്റ്വർക്കിനെ കുറിച്ച് എന്തെങ്കിലും അവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇവന്റെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ? നാളെ മുതൽ ഞാൻ ഇവനെ ലീഡർ എന്ന് വിളിക്കണ്ടേ? ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഒരു സെയിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അതെന്നെ തിരിച്ചു പറഞ്ഞു തന്നത് നമ്മുടെ സുധിച്ചേട്ടനാണ്, ഗ്രേറ്റ് ലീഡർ സുധിച്ചേട്ടനാ. കാരണം ഒരു വീട്ടിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ ചെന്ന സമയത്ത് അവിടുത്തെ വീട്ടുവേലക്കാരനായിട്ടുള്ള ആളാണ് എന്നെ അവിടെ പരിചയപ്പെടുത്തിയത്. അവരുടെ മുതലാളിയുടെ വീട്ടിലാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മോഹനൻ സാറിനോട് പറഞ്ഞാൽ മതി എന്നൊരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞു. അതോടുകൂടി ആ സെയിൽ പോയി. കാരണം ഇവര് മോഹനെ വിളിക്കുന്നത് അവിടുത്തെ പശു വളർത്തലും എരിവേല കെട്ടുന്നതും വിറക് കീറുന്ന ആളാണ് മോഹനൻ ചേട്ടൻ. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞത് മോഹനൻ സാറിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞോ. ആ വീട്ടുകാരൻ ഒരെണ്ണം ഓർത്ത് എന്നെ സാറേ എന്ന് വിളിക്കണവനെ ഞാൻ നാളെ കയറി സാറേ എന്ന് വിളിക്കണം. ആ പരിപാടി അതോടുകൂടി തീർന്നു. ആ സെയിൽ ക്ലോസ് ആക്കാൻ പറ്റിയില്ല. തിരിച്ചു പോന്നപ്പോ എന്നോട് സുധിച്ചേട്ടനാണ് പറഞ്ഞത്, നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് ആ രീതി അനുസരിച്ച് വേണം പെരുമാറാൻ. അതെനിക്കൊരു അറിവായി. പിന്നെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ കിട്ടുന്ന അറിവുകളൊന്നും ഒരു സ്ഥലത്തും കളയരുത്. അത് നമ്മൾ ശേഖരിച്ചു വെക്കുക, കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക. ഞാൻ 1-to-1 പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനാണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് 1-to-1 പ്രസന്റേഷൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്ന രീതി ഇതാണ്. ഞാനൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നതാണ്, ബയോമാഗ്നറ്റ് തെറാപ്പി. അപ്പോൾ ഒരു സംശയം വരും, ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികൾ നമ്മൾ കേട്ടിട്ടുള്ളേ, ഇപ്പോഴും ഉണ്ട്, അലോപ്പതി ആയുർവേദം ഒക്കെ ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്? ഈ ട്രീറ്റ്മെന്റും മറ്റുള്ള ട്രീറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, ഇതിൽ ഏതൊരു വിധ മെഡിസിൻ ഇല്ല, ഉള്ളിലേക്കും ഇല്ല പുറത്തേക്കും ഇല്ല, സൈഡ് എഫക്റ്റും ഇല്ല. 220ഓളം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ബയോമാഗ്നറ്റ് തെറാപ്പി. ആ മാഗ്നറ്റ് തെറാപ്പിയെ കുറിച്ച് അതിൽ പറഞ്ഞവിടെ നിർത്തിയിട്ട് ഇനി ഇത് നമുക്ക് ആവശ്യമുണ്ടോ? ഡിയർ ഫ്രണ്ട്സ്,
9,800 രൂപയോ 10,700 രൂപയോ അല്ലെങ്കിൽ 19,300 രൂപ കൊടുത്ത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, അവന് റിസൾട്ട് കിട്ടണമെന്നുള്ള വിചാരിച്ച് നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ഥലത്തും കച്ചവടം നടക്കില്ല. അവരിത് വാങ്ങുന്നത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അവരോട് ചോദിച്ചാൽ പറയും ക്യാൻസർ രോഗികൾക്ക് ഒരു സഹായമാണെന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ പത്രം വരുമ്പോൾ തുറന്നു നോക്കും. സഹായം കൊടുത്തില്ല, പിന്നെ തുറന്നു നോക്കണ എന്തിനാ? എന്തെങ്കിലും കിട്ടിയാലായി. ഇതല്ലേ എല്ലാവരുടെയും ചിന്ത. അപ്പോ 16,500 രൂപ കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് അവന് റിസൾട്ട് ഉണ്ടാകുമെന്ന് 100% ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവൻ ഈ സാധനം എടുക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ നമ്മൾ ഈ ഇതിനെ കുറിച്ച് പ്രസന്റ് സിനാരിയോ എന്താണ് ഇപ്പൊ നടക്കുന്ന സംഭവം, അതാണ് രണ്ടാമത്തെ സെക്ഷൻ. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു അസുഖവും ഇല്ലെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്നോ സാർ, ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മളൊരു വോയിസ് മോഡുലേഷൻ ശ്രദ്ധിക്കണം. നമ്മളൊരു റാപ്പോ ക്രിയേഷൻ ചെയ്യും. റാപ്പോ ക്രിയേഷൻ ചെയ്യുമ്പോൾ വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഈ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു വോയിസ് മോഡുലേഷൻ വരുത്തിയിട്ട് വേണം നമ്മൾ പ്രസന്റേഷനിലേക്ക് കിടക്കാൻ. അതായത് ഞാനിപ്പോൾ സലീമിക്കനെ കാണുന്നുണ്ട്. സലീമിക്ക എന്റെ പ്രായത്തിലുള്ള ഒരാളാണ്. ഞാൻ സലീമിക്ക എടാ എന്ന് വിളിച്ചാൽ സലീമിക്ക എന്താടാന്ന് ചോദിക്കും. നേരെ മറിച്ച് ഈ എടാ എന്നുള്ള വിളി തന്നെ ഒരു ഉച്ചത്തിൽ വിളിച്ചാൽ തിരിച്ചു ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. വാക്കൊന്നാണ്. വോയിസ് മോഡുലേഷൻ വന്നപ്പോൾ അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ സാധാരണ റാപ്പോ ക്രിയേഷൻ ചെയ്യുമ്പോൾ സാധാരണ സംസാരിക്കും. ആ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, വർക്കൊക്കെ ഉണ്ടോ, മഴയൊക്കെ അല്ലേ, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ പ്രസന്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയും നമ്മളും ഒരു വോയിസ് മോഡുലേഷനിലേക്ക് എത്തണം. കാര്യങ്ങൾ റാപ്പോ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ഇനി ഞങ്ങൾ വന്ന കാര്യത്തെ കുറിച്ച് പറയാം, വളരെ ഗൗരവമുള്ളൊരു കാര്യം. ഈ ഒരു സീരിയസ്നെസ് ഇതിന് കൊടുക്കുമ്പോൾ മാത്രമേ അവരിലേക്ക് ഒരു അറ്റൻഷൻ വരുള്ളൂ. ഇതിനുശേഷം വേണം നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ. എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ വീട്ടിൽ വേണം എന്ന് പറയുന്നത്? 2035 5.5 കോടി ആൾക്കാര് ഒന്നെങ്കിൽ സ്ട്രോക്ക് വന്നോ അല്ലെങ്കിൽ അറ്റാക്ക് വന്നോ മരിക്കുമെന്ന് WHO പറഞ്ഞു കഴിഞ്ഞു. ആഫ്റ്റർ കോവിഡ് സിൻഡ്രംസ്, കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. നമ്മളുടെ ചുറ്റും കാണുന്ന കുഴഞ്ഞു വീണ് മരണം അതിനൊരു കാരണമാണ്. അവരപ്പോൾ ഒരു ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് വരും. ശരിയാ, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് 40 വയസ്സുള്ളൊരു കൊച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു. അവരൊന്നുകൂടി നമ്മളിലേക്ക് അടുക്കും. ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ഒരു സെക്ഷൻ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങളിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ കൊടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉദാഹരണ സഹിതം പറയണം. അടുത്ത ഞാൻ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ 2050 നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ക്യാൻസർ രോഗി വരാൻ സാധ്യതയുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. ക്യാൻസർ രോഗം വരാൻ പല പല കാരണങ്ങളുണ്ട്. ഈ പല പല കാരണങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പച്ചക്കറിയിലൂടെയും വെള്ളത്തിലൂടെയും ഫുഡിലൂടെയും ഒക്കെ പല പല രീതിയിൽ ക്യാൻസർ രോഗം വരുമെന്ന് പറഞ്ഞ് എതിരെ ഇരിക്കുന്നവൻ നമ്മളുടെ മുതുകത്തേക്ക് ഏണി കയറാതിരിക്കാനാണ് പല പല കാരണങ്ങളുണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് തന്നെ പറയുന്നത്. അതിലൊരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ ചേട്ടാ, ചേച്ചി? എന്താണോ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളോട് പറയുക. എല്ലാ വീട്ടിലും ഈ ക്യാൻസർ രോഗം വരാൻ 99% സാധ്യത നമ്മളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമാണ്. അപ്പൊ അവിടെ ചെറിയ കൊച്ചുങ്ങളൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ടാവും. ഈ പറയുന്ന ക്യാൻസർ രോഗത്തെയും ഈ കുഴഞ്ഞു വീണു മരണത്തെയും 90% നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്, ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ചേട്ടനൊന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് ഡെമോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. കാര്യം ഈ പറയുന്ന കാര്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, ഡെമോ കാണിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെമോ നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കണം. ഡെമോൺസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ചാൽ പിന്നീടുള്ള സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ 100% ആയിരിക്കും. ആദ്യം ഒരു ചിരിയോടുകൂടെയൊക്കെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. ഇങ്ങനത്തെ ഒരു രീതിയിലിരിക്കുന്ന വ്യക്തി കറക്റ്റ് ഡെമോ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇരിപ്പും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കും ഇരിക്കുന്നത്. ഡെമോ കാണിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറയുക. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡെമോയ്ക്ക് ശേഷം ഇരിക്കാൻ പറയുക. നമ്മൾ ഇരുന്നു, അവർ വരുന്നതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക.
പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് ബെറ്റർ ആണെന്നും ഇത് ഒരെണ്ണം ഇല്ലാതെ ഒരെണ്ണം വാങ്ങാൻ പറ്റില്ല, ഒരെണ്ണം മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ള പരിചയപ്പെടുത്തുമ്പോൾ പറയേണ്ടത്. ഞാനിത് 2-3 സെക്കൻഡ് സാറിന്റെ കയ്യിലേക്ക് കെട്ടിയപ്പോൾ സാറിന് ഇതെന്ത് ഫീൽ ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഇത് 24 മണിക്കൂർ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിച്ചോട്ടെ, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സോറി, ഒരു തുള്ളി വെള്ളം ചേട്ടന്റെ കയ്യിലേക്ക് വീണപ്പോൾ ഇതാണ് എഫക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മൾ കുടിച്ചാലോ ഇല്ലേ? അപ്പൊ റിസ്റ്റ് ബാൻഡിനെ കുറിച്ച് പറയുക, ഇത് നമ്മൾക്ക് മൈഗ്രെയിൻ അടക്കമുള്ള തലവേദനകൾക്ക് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് പറയുക. റിസ്റ്റ് ബാൻഡ് മാറ്റി, അതിനുശേഷം വെള്ളത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയേണ്ടത് പഞ്ചഭൂത നിർമ്മിതമാണ് മനുഷ്യ ശരീരം എന്നുള്ളത് അറിയാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ 5 ചേരുവകളും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഇന്ന് നമുക്ക് കിട്ടാത്ത ഒരേ ഒരു സാധനം പഞ്ചഭൂത നിർമ്മിതത്തിൽ ഭൂമി മാത്രമാണ്. അതെങ്ങനെ അവർക്ക് എഫക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഫോണല്ലേ? ഇതിന്റെ ബാറ്ററി ചാർജ് തീർന്നു പോയാൽ ചേട്ടന് ഇതിൽ നിന്നൊരു നമ്പർ എടുക്കാൻ പറ്റുമോ? കാരണം അവർക്കും മനസ്സിലാകുന്ന സാധനം, അവർ ഉപയോഗിക്കുന്ന സാധനം, അവർ അനുഭവിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് പറ്റില്ല. അപ്പോ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ? ലോകത്തുള്ള എന്ത് ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിലും ഒരു എനർജി, ഒരു ഊർജ സ്രോതസ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 11 സർക്കുലേറ്ററി സിസ്റ്റവും 72 ഓർഗനൽസും അടങ്ങിയ ഒരു ബയോളജിക്കൽ മെഷീനാണ് നമ്മുടെ ശരീരം. ഈ ശരീരം വർക്ക് ചെയ്യണമെങ്കിലും ഒരു എനർജി ആവശ്യമാണ്. ഇതിനെ ബയോ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ അടിയിൽ നിന്നുള്ള കാന്തിക ബലം നമ്മളുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. പക്ഷേ ഭൂമിയുടെ മുകളിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു ജീവി, അതേത് ജീവിയാണ്? അവരോട് ചോദിക്കുക, അവർ പറയും മനുഷ്യനാണ്. ചെരുപ്പ് കണ്ടുപിടിച്ചതോടെ നമ്മൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം വിട്ടു. രണ്ടാമത്തെ കണ്ടുപിടുത്തം ഇരുമ്പാണ്. നമ്മൾ ഇരിക്കുന്നത് ഇരുമ്പ് കൂടിനകത്താണ്. 10 കണക്കിന് ഇരുമ്പിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഭൂമിയുടെ ഇടയിൽ നിന്ന് വരുന്ന കാന്തിക ബലം നമ്മളുടെ ശരീരത്തിലേക്ക് വരില്ല, ആ ഇരുമ്പ് എടുത്തുകൊണ്ട് പോകും. ഇരുമ്പ് ഏത് രൂപത്തിലായാലും മാഗ്നറ്റിനെ ആകർഷിക്കുമെന്നുള്ളത് സയൻസ് ആണ്. നമ്മളുടെ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന അയൺ കണ്ടന്റുകൾ ഉള്ളത് അറിയാലോ, അതും അവർക്കറിയാൻ പറ്റും. പണ്ട് നമ്മൾ കിടന്നിരുന്ന തറയിലാണ്, ഇപ്പൊ കിടക്കുന്നതോ ഗ്രാനൈറ്റ്, ടൈല്, മാർബിള്, 4 കാലുള്ള കട്ടില്, ലക്ഷങ്ങൾ വരെയുള്ള ബെഡിന്റെ മുകളിൽ നമ്മൾ. ഭൂമിയുമായിട്ടൊരു ബന്ധമില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒന്നെങ്കിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറും, അല്ലെങ്കിൽ വണ്ടിയുടെ പുറത്തേക്ക് കയറും. ഇത് ഓടുന്നത് ടയറിലൂടെയാണ്, ഭൂമിയുമായിട്ട് ഒരു ടച്ച് ഇല്ല. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിസിറ്റി കുറവായി. വോൾട്ടേജ് ഇല്ലാതെ എന്ത് സാധനം വർക്ക് ചെയ്താലും അത് കംപ്ലൈന്റ് ആയി പോകുന്നത് ചേട്ടൻ അറിയാലോ. അതുകൊണ്ടല്ലേ നമ്മൾ ചാർജ് ഇല്ലാത്ത, വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് മക്കളോട് മിക്സി ഓടിക്കല്ലേ, മോട്ടർ അടിക്കല്ലേ, TV വെക്കല്ലേ എന്നൊക്കെ പറയുന്ന. അവര് നിത്യജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള സാധനത്തെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക, അവർക്ക് അപ്പൊ തോന്നും ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഇല്ലാതെ വർക്ക് ചെയ്താൽ നമ്മളുടെ ശരീരവും കംപ്ലൈന്റ് ആകല്ലേ. രണ്ടാമത്തെ പറയുന്നൊരു കാര്യം, ഏത് അസുഖത്തിന് ഏത് ആശുപത്രിയിൽ ചെന്നാലും ഡോക്ടർമാർ നമ്മളുടെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പറയും വെള്ളം കുടി കുറവാണല്ലേ, ധാരാളം വെള്ളം കുടിക്കണം. പറഞ്ഞിട്ടില്ലേ? അവരെ പറഞ്ഞിട്ടുണ്ടാവും. 90-കൾക്ക് ശേഷം 99% ആൾക്കാർ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. 100 ഡിഗ്രിയിൽ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വെള്ളം ചത്തുപോകും. ഡോക്ടർമാർ തന്നെ ഈ വെള്ളത്തെ പറയുന്നത് ഡെഡ് വാട്ടർ എന്നാണ്, ചത്ത വെള്ളം. നമ്മുടെ വീട്ടിലൊരു ചത്ത സാധനം കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് പുറത്തേക്ക് ഇട്ട് കളയും. അപ്പൊ ചത്ത വെള്ളം ഉള്ളിലേക്ക് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞാൽ ശരീരത്തിന് ചെയ്യാൻ പറ്റുമോ? അതോടുകൂടെ അവർ ഈ വെള്ളത്തിന്റെ കാര്യത്തിലും കൺവിൻസിങ് ആവും. അപ്പോ വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കാൻ പറഞ്ഞ ഡോക്ടർമാരാണെന്ന് പറയുമ്പോൾ എതിരെ വരുന്ന ചോദ്യത്തെ വീണ്ടും നമ്മൾ കട്ട് ചെയ്യുക. ഈ തിളപ്പിച്ചാറ്റി കുടിക്കാൻ ഡോക്ടർമാർ പറയാൻ കാരണം എന്ന് വെച്ചാൽ ജലജന്യ രോഗങ്ങളായ കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഒക്കെ പടർന്നു പിടിച്ചത് വെള്ളത്തിലൂടെയാണ്. അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റി കുടിക്കാൻ പറഞ്ഞത്. നമ്മൾ നല്ല അനുസരണാശീലമുള്ള ആൾക്കാരായതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇങ്ങനെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ തുടങ്ങി, ഇരുമ്പിൽ താമസിക്കാൻ തുടങ്ങി, ചെരുപ്പിട്ടുണ്ട് നടക്കാൻ തുടങ്ങി, വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ താറുമാറായി. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ 3 കാര്യങ്ങൾ കറക്റ്റ് ആകും. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, ഓക്സിജന്റെ അളവ് ക്ലിയർ ആകും, ബയോ ഇലക്ട്രിസിറ്റി കറക്റ്റ് ആകും. ഇത് 3ഉം കറക്റ്റ് ആയാൽ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശരീരം ശരീരത്തെ റിപ്പയർ ചെയ്യും. ശരീരം ശരീരത്തെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടണം, ഗാഠനിദ്ര.
ആ ഉറക്കം ആണ് ഇപ്പൊ നമുക്ക് കിട്ടാത്തത്. ഇപ്പൊ പല പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, മരുന്നിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുക. ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് നല്ല ഉറക്കമാണ്. ഉറക്കം കിട്ടാൻ കാരണം എന്താണ്? നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളാണ് നമ്മളെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. സങ്കടം വന്നാൽ നമ്മൾ കരയും, ഇല്ലേ? അവർ പറയും കരയും. സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും. ഓക്കെ, നല്ല കരണ്ട് പോയി, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല, എന്റെ കളറും അങ്ങനത്തെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോ സങ്കടം വന്നാൽ നമ്മൾ കരയും. ഏതെങ്കിലും സ്ഥലത്തൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വന്നാൽ നമ്മൾ അപ്പൊ തന്നെ മൂക്ക് കുത്തിപ്പിടിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരീരത്തിന്റെ അകത്ത് ഓരോ സാധനങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഹോർമോണുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതേപോലെ നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നതും ഒരു ഹോർമോണാണ്, മെലാത്തോൺ എന്ന് പറയുന്ന ഹോർമോൺ. വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഹോർമോൺ വന്നാൽ ഹോർമോണിന്റെ ദൗത്യം ശരീരം ചെയ്തിരിക്കും. നമ്മളുടെ പില്ലോ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരും. ഇത് നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഉറങ്ങുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയാൻ പറ്റും. ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഹോർമോണുകൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇത് നമ്മൾ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. കാരണം ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഇങ്ങോട്ടുണ്ടാവും. അവര് ഓരോ കാര്യങ്ങളെ കുറിച്ച്, അങ്ങനെയാണെങ്കിൽ ചില വീട്ടിലൊക്കെ ചിലപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ, ഇത് മാത്രം പോരെ. നമ്മൾ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നതിന് മാത്രം നമ്മൾ മറുപടി കൊടുക്കുക, അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയുകയല്ല 1-to-1 പ്രസന്റേഷൻ. ആ ഒരു സാഹചര്യത്തെ നമ്മൾ കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകുമെന്നുള്ളത് നമ്മൾ സ്വയം അനുഭവിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടോ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കണം. വിശ്വാസം, അതൊന്ന് പിരിച്ചെഴുതി നോക്കിയേ. വിശുദ്ധമായ ശ്വാസം. ഈ ശ്വാസം ഉള്ളിലേക്ക് പോയില്ലെങ്കിൽ എന്ത് പറ്റും? ആള് ചത്തുപോകും. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കും? ഇത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അനുഭവത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കരുത്. സയനൈഡ് കഴിച്ചാൽ മരിക്കുമെന്നും പറഞ്ഞ് അതെടുത്ത് കഴിച്ചു നോക്കിയിട്ട് മരിക്കുമോ ഇല്ലെന്ന് നോക്കുന്നത് തെറ്റാ. മറ്റുള്ളവന്റെ അനുഭവത്തിലൂടെയും നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏതൊരു വ്യക്തിയുടെ മുന്നിൽ ഇത് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്, നമ്മളിത് ഉണ്ടാക്കി പറയുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടുന്നു, ആ അറിവുകളെല്ലാം സ്വാംശീകരിച്ചു വെക്കുക. നമ്മുടെ പുതിയ ബുക്ക്ലെറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മാഗ്നറ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്തിനും തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് പറയാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമെന്ന്. ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഏത് റെക്കോർഡ് വേണമെങ്കിലും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം, ഗിന്നസ് റെക്കോർഡ് അങ്ങനെ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ ഇങ്ങോട്ട് പറയുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വില കൊടുത്ത് കിട്ടുമെന്ന്. അവിടെ ഞാൻ ആ പോയിന്റ് പറഞ്ഞില്ല. പറഞ്ഞിരുന്ന അവനെ പട്ടം കയറി പിടിച്ച്, എനിക്കറിയില്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് വില കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ എന്തിനേയും എതിർക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളുടെ മുന്നിലുള്ളത്. ഈ പറയുന്ന രീതിയിൽ, അതായത് അവർക്ക് ആവശ്യമുള്ള സാധനമാണ് എന്ന് നമുക്ക് 100% വരുത്തി തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്താൽ അവരിൽ നിന്ന് ഒരു ചോദ്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകില്ല. കാരണം ഡെമോൺസ്ട്രേഷനിലൂടെ ഈ പ്രൊഡക്റ്റ് വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. എല്ലാ ശരീരത്തിന്റെയും കാര്യങ്ങൾ ചെയ്യുന്ന ഹോർമോണുകളാണ്. ഹോർമോണുകൾ വന്നാൽ ശരീരത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ബയോ ഇലക്ട്രിസിറ്റിയും ഓക്സിജന്റെ അളവും ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പർ ആക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് നമുക്ക് കറക്റ്റ് ആക്കി കൊടുത്തു. ഇതെല്ലാം കറക്റ്റായിട്ട് അവന് മനസ്സിലായാൽ അവൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ 90% ചോദ്യം അവിടെ കട്ടായി. അതിനുശേഷം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ദൈവാനുഗ്രഹമുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റില് വാങ്ങാനും ഇതിപ്പോ
സാറിനോട് സംസാരിക്കാൻ, ചേട്ടനോട് സംസാരിക്കാൻ വരാനുള്ള കാര്യം എന്താണ്? നമ്മളുടെ കയ്യിലുള്ള ടെസ്റ്റിമോണി അല്ലെ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ സത്യസന്ധമായി നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുക. ഞാൻ പല സ്ഥലത്തും കാണിക്കുന്നത് എൻ്റെ വൈഫിന്റെ ഫോട്ടോയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോറിയാസിസ് വന്നിട്ട് ഏകദേശം 5.5 വർഷം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ആളാണ് എൻ്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു തന്നത് ബയോട്ടോറിയം എന്നുള്ള പ്രോഡക്റ്റ് ആണ്. അത് ആരുടെ മുന്നിൽ വെച്ച്, ഇപ്പോ സാഗർ ജോഷി സാർ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് ഈ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആ പ്രൊഡക്റ്റിനെ ജീവന തുല്യം വിശ്വസിക്കുന്നു. നമ്മളുടെ വിശ്വാസത്തെ എതിരെ ഇരിക്കുന്നവനെ ഒന്ന് മയപ്പെടുത്താൻ സാധിക്കും, പക്ഷെ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ അടിയുറച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെയുള്ളതെല്ലാം പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. നെറ്റ്വർക്കിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ 6, 7, 8 വർഷം കൊണ്ട് 1 CR ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുമെങ്കിലും 10 മാസം കൊണ്ട് 1 CR ടച്ച് ചെയ്ത് നമ്മളുടെ മുന്നിൽ കഴിവ് തെളിയിച്ചു തന്നിട്ടുള്ള ആളാണ് നമ്മളുടെ മനോജ് സാറ്. കേരളത്തിലേക്ക് വന്നിട്ട് വെറും 4 വർഷത്തിനുള്ളിൽ ഏകദേശം 11ഓളം കോടീശ്വരന്മാരെ നിരത്തി നിർത്തിയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു കമ്പനി അത് ബയോട്ടോറിയമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഒരാളുടെ മുന്നിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുമോ ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ള ഒരേ ഒരു കമ്പനി അത് ബയോട്ടോറിയമാണ്. ഇവിടെ നമുക്ക് സെയിൽ കിട്ടാത്തതും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതും നമ്മൾ ഫീൽഡിൽ ഇറങ്ങാത്തത് കൊണ്ടും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ എതിരെ ഇരിക്കുന്നവന്റെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും മാത്രമാണ്. അല്ലാതെ കമ്പനിയുടെ കുഴപ്പം കൊണ്ടോ പ്രൊഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടോ ലീഡർമാരുടെ കുഴപ്പം കൊണ്ടോ എന്നല്ല. ഒരു ഗ്രേറ്റ് ലീഡർ, നമ്മുടെ അഭിലാഷ് സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണൂരത്തെ അയൽ ലേഡി എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ സുമി മേഡം കഴിഞ്ഞ ദിവസം MC ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാനൊരു ലീഡറാണ്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ലീഡറാണ് എന്ന് എടുത്തു പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചു. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ലീഡർ ആണെങ്കിൽ മാത്രമേ നമ്മളുടെ കൂട്ടത്തിൽ അസോസിയേറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പുലിയായിട്ട് മാറുക എന്നുള്ള, അതല്ലെങ്കിൽ പുലിയായിട്ട് ആക്ട് ചെയ്യാനെങ്കിലും പഠിക്കുക. നമ്മള് ഒരു കാരണവശാലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ പ്രൊജക്റ്റിനെ കുറിച്ചോ വ്യക്തമായി പഠിക്കാതെ നമ്മൾ ഒറ്റക്ക് ഈ കാര്യവുമായിട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇനി നമ്മൾ ഒരാളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലീമിക്കയെ എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ നമ്മുടെ കൂടെ വരുന്ന ഏത് ലീഡറാണോ ആ ലീഡറിനെ അദ്ദേഹത്തിന് പരിഗണന കൊടുക്കുന്ന രീതിയിൽ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ സുധിച്ചേട്ടനാണ്. സുധിച്ചേട്ടന്റെ കൂടെ 1-to-1 പ്രസന്റേഷന് പോകുമ്പോൾ സുധിച്ചേട്ടൻ പറയുന്ന ഒരു ലീഡർ കാര്യമുണ്ട്. ഇദ്ദേഹം ആലപ്പുഴയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് ബയോട്ടോറിയത്തെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്, അതിന്റെ അസോസിയേറ്റ് ആണ്. അങ്ങനത്തെ രീതിയിലൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ചെന്നിരിക്കുന്നവന് ഈ വന്നിട്ടുള്ള ആള് എന്തൊക്കെയോ അറിയാവുന്ന ആളാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കും. ഇത് ചെയ്താൽ മാത്രമേ നമ്മളെ അവർ ശ്രമിക്കുകയുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. പോകുന്ന ആളെ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യണം. ഒരു 10,000 രൂപ ഇല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളാണോ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ളത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. 10 പൈസ എടുക്കാൻ ഗതിയില്ലാത്തവന്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവന് കേട്ടിരിക്കാനേ പറ്റുള്ളൂ, ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ നമ്മളിങ്ങനെ കൊടുത്ത് അവയർനെസ് കൊടുത്ത് പോണതല്ലാതെ നമ്മളെ സംബന്ധിച്ച് കച്ചവടം ഒന്നും നടക്കില്ല. അപ്പോ ഒരു 10 രൂപയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത് പൂർണ്ണമായിട്ടും അവന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണ് എന്ന് നമുക്ക് അവന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ, ഞാൻ ആദ്യം ലതിക മേഡത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന വ്യക്തി എന്തു പറഞ്ഞാലും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു ആളാണ് എന്ന് പറയുമ്പോൾ ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാർട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്, സംഭവം കേട്ടില്ലേ, എങ്ങനെയുണ്ട്? ഞാൻ ഏതായാലും ഇത് വാങ്ങി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു, അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നീ ഇത് വാങ്ങി ഉപയോഗിച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റുമുണ്ട്, ഞാൻ അത് കണ്ടിട്ട് വന്നതാണ്, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഞാൻ ഉണ്ടാവും കൂട്ടത്തിൽ എന്ന് കൊടുക്കാനുള്ള വോയിസ് മോഡുലേഷനിൽ കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കാത്ത പക്ഷം നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനമുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫോളോ അപ്പും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക.
അങ്ങനത്തെ രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് എടുക്കാനും എല്ലാവർക്കും വിജയിക്കുവാനും സാധിക്കട്ടെ എന്നും ഇന്ന് ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന ഡാനി സാറിനും ഇപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാ ലീഡേഴ്സിനും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ സംസാരിച്ചതിൽ എന്തെങ്കിലും നെഗറ്റീവ് വേർഡായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സംസാരിക്കുന്ന സ്ഥലത്ത് നെഗറ്റീവ് തോട്ടുകൾ വരും എന്നുള്ള രീതിയിലാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാറ് പറഞ്ഞ ഈ കാര്യം നെഗറ്റീവാണ്, അതുകൊണ്ട് ഇനി പറയരുത് എന്ന് എന്റെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങൾക്ക് പറയാം. എല്ലാ അനുവാദവും നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു. കാരണം ഞാൻ ഓരോ സമയവും എന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ, എന്റെ തെറ്റുകളെ തിരിച്ചറിയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തത തന്നെ പറയുകയാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ റാപ്പ് മ്യൂസിക്കിലല്ല ഇഷ്ടം, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അദ്ദേഹത്തിന് ഓരോ രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു വോയിസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സങ്കടം വന്നില്ല, എടുത്തില്ല എന്നൊരാൾ ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് സങ്കടം വന്നോ? അതാണ് എനിക്കും വന്നത്. എന്തു പ്രശ്നം കേട്ടാലും പ്രതികരിക്കാതെ വളരെ സൗമ്യമായിട്ട് നിൽക്കുന്ന ഒരു ശീലം. എനിക്ക് വേടനെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ സ്വായത്തമാക്കുന്നു? എന്നോട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകും. അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സജീവ് സാർ. വളരെ വളരെ മനോഹരമായി തന്നെ ഈ ഒരു 1-to-1 പ്രസന്റേഷനെ കുറിച്ചും ഒരു ലീഡർ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. 1-to-1 പ്രസന്റേഷൻ എങ്ങനെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നന്നായി ഈ ബിസിനസ് പ്ലാൻ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ബിസിനസ്സിലേക്ക് കടന്നു വരുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും കമന്റ് ബോക്സുകളിലൊക്കെ അതിന്റെ കമന്റുകളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും. വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുതിയ പല ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ലീഡേഴ്സും നമ്മുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സലീമിക്ക അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ സജീവ് സാർ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരുപാട് വ്യക്തികൾ പല പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്നാലും ഇതിന്റെ യഥാർത്ഥ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആണ്. അക്കാര്യത്തിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ഗുണകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഫീൽഡിൽ ആണ് ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കേണ്ടത്. നമ്മളെപ്പോഴും സ്ഥിരമായി പറയാറുള്ളത് പോലെ പുസ്തകത്തിലെ പശു ഒരിക്കലും പുല്ല് തിന്നാറില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ പ്രയോഗിച്ച് റിസൾട്ട് എടുത്തതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന ഒരു പ്രസന്റേഷൻ രീതി തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സജീവ് സാർ. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറിയിട്ടുണ്ട്. മനോജ് സാർ. ഓക്കെ സാർ. ഓക്കെ അഭിലാഷ് സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. വെൽക്കം സാർ. മനോജ് സാറിന് സ്വാഗതം. വാക്കുകൾ കണ്ടില്ല, വൈഫൈ ഇല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ചിലപ്പോൾ കട്ടാവും. താങ്ക് യു ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സജീവ് സാറാണ് നമ്മുടെ എഫക്റ്റീവ് 1-to-1 എന്ന സബ്ജക്റ്റ് അടിസ്ഥാനമാക്കി ഇവിടെ സംസാരിച്ചത്. വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറാണ് സജീവ് സാറ്. അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അത്ര കണ്ട് പ്രണയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലൂടെ മാത്രമേ ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് രാവകലില്ലാതെ ആത്മാർത്ഥമായിട്ട് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഗ്രേറ്റ് ലീഡറാണ് സജീവ് സാറ്. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഗ്രേറ്റ് ലീഡറാണ് അഭിലാഷ് സാറും ഡാനി സാറും. നമുക്കറിയാം, അഭിലാഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായി. എന്തായാലും ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ
ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. വൈ ഈ ബയോട്ടോറിയം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനാണ് ഈ ബയോട്ടോറിയം? എന്തിനാണ് ഡയറക്ട് സെല്ലിങ്? എന്താണ് ഡയറക്ട് സെല്ലിങ്ങിൽ നിന്ന് ബയോട്ടോറിയത്തിനുള്ള പ്രത്യേകത? ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ടുവന്നവരാണ് നമ്മൾ. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞു 1-to-1 കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വിത്തിൻ 5 minutes ഈ പ്രൊഡക്റ്റ് ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ബയോട്ടോറിയം പ്രൊഡക്ട്സിന്റെ പ്രത്യേകത. വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് റിസൾട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാം നല്ല പ്രൊഡക്റ്റാണ്. ഒരു കമ്പനിയുടെയും പ്രൊഡക്റ്റ് മോശമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ അതിനുള്ള റിസൾട്ട് വരണമെങ്കിൽ ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ വിത്തിൻ 5 minutes നമുക്ക് ഡെമോ കാണിക്കുന്നതിലൂടെ തന്നെ നമുക്കിവിടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ സെയിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ പുതിയൊരു എൻട്രി എടുക്കാൻ വേണ്ടി സാധിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 1-to-1 പ്രസന്റേഷനിൽ പോകേണ്ടത്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂടും. ഈ കോൺഫിഡൻസ് ആണ് നമ്മളെ എല്ലാത്തിലേക്കും നയിക്കുന്നതാണ്. ആത്മവിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുള്ളൂ. അതില്ലാത്തവർ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടും. ബയോട്ടോറിയത്തിൽ മാത്രമല്ല, ഡയറക്ട് സെല്ലിംഗ് മാത്രമല്ല, ഏത് മേഖലയിലും ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വരണം? ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോൺഫിഡൻസ് വരണം. എനിക്ക് സാധിക്കുമെന്ന്. അതെങ്ങനെ കിട്ടും? അത് കിട്ടാനാണ് ഇതുപോലുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കേട്ട് പല ലീഡേഴ്സും പല രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിയും, എനിക്കിത് സാധിക്കും. മനസ്സിലായ? അങ്ങനെ അത് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് 1-to-1 കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് 1-to-1 എന്ന് പറയുന്നത്. 1-to-1 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത ബന്ധു, അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത പരിചയക്കാർ, കുറച്ചും കൂടെ കഴിയുമ്പോൾ പരിചയം ഇല്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 1-to-1 കൊടുക്കും, അല്ലെ? എന്താണ് പ്രൊജക്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അതാണ് നമ്മൾ ഏറ്റവും സൂചിപ്പിക്കേണ്ട കാര്യം. ഇങ്ങനെ 1-to-1 കൊടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഫസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ആരും തന്നെ 1-to-1 കൊടുക്കാൻ പോകാൻ വേണ്ടി പാടില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാം സീനിയേഴ്സ് ലീഡേഴ്സ് ആണ് കേട്ടോ. പുതുതായിട്ട് വന്ന ഒരാളോടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് സലീംക്ക് നാളെ എന്നെ വിളിക്കേണ്ട, മനോജ് സാർ വിളിച്ചല്ല 1-to-1 ഒറ്റ കൊടുക്കാൻ വേണ്ടി പോകാൻ പാടില്ല. എന്നേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് 1-to-1 കൊടുക്കുന്ന ആളാണ് സലീംക്ക. അതുപോലെ ഗീതാ മേഡം, ഇല്ലേ? ഞാൻ കുറച്ചാളെ പേര് ഇങ്ങനെ തല കണ്ടുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ പേര് പറഞ്ഞില്ലെന്ന് ആരും പരിതപിക്കണ്ട. അപ്പോൾ എല്ലാവരും എഫക്റ്റീവായിട്ട് 1-to-1 കൊടുക്കുന്നവരാണ്. അപ്പോൾ 1-to-1 കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ഇത്രയും മിറാക്കിളാണെന്ന് നമുക്ക് അനുഭവത്തിൽ വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും, ഇല്ലേ, ഇന്നും ഈ കമ്പനി വിട്ടുപോകാൻ നിൽക്കുന്നത്. പലരും ചാട്ടക്കാർ ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കമ്പനികളിൽ. ചാട്ടക്കാരെന്താ ചാടാൻ കാരണം? ഇപ്പൊ അപ്പുറത്ത് പോയാൽ കുറെ കിട്ടുന്നുള്ളതാണ്. മനസ്സിലായോ? അതിന്നെ ഞാനിവിടെ ഇപ്പൊ അഭിലാഷ് സാറ് പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നാറില്ല, അല്ലേ? അത് പുസ്തകത്തിലാണ്. പുല്ല് തിന്നണമെങ്കിൽ എന്ത് വേണം? പശുവിനെ കൊണ്ടുപോയിട്ട് തൊഴുത്തുനിന്ന് അഴിച്ചു മാറ്റി പാടത്തോ പറമ്പിലോ കൊണ്ട് കെട്ടണം. പുല്ലുള്ള സ്ഥലത്ത് കൊണ്ട് കെട്ടണം. കെട്ടിയാലും അത് തിന്നാൻ സാധിക്കണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായ? പട്ടി കടലിൽ പോയാലും വെള്ളം എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അത് നക്കിയിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ അതിന്. അതുപോലെ കമ്പനി മാറിയതിനെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. എവിടെ പോയാലും പണിയെടുക്കണം, വിയർപ്പൊടുക്കണം, അധ്വാനിക്കണം. മനസ്സിലായ? നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ സത്യസന്ധമായ ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബയോട്ടോറിയത്തിനെ സ്നേഹിച്ച ഒരാൾക്കും ബയോട്ടോറിയം വിട്ടുപോകാൻ പറ്റില്ല, ഉറപ്പാണ്. സ്നേഹം അഭിനയിച്ചു വന്ന ആളുകൾ ചിലപ്പം, ഇല്ലേ, വിട്ടുപോകും. പക്ഷേ ഇത് നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബയോട്ടോറിയത്തെ സ്നേഹിച്ചു വന്നവരാണ്. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊടുത്ത ആളുകൾക്ക് ഒക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 1-to-1 പോകുമ്പോൾ ആദ്യത്തിൽ ഒരു അപ്ലൈൻ സഹായത്തോടു കൂടി പോവുകയും ഈ അപ്ലൈൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു 1-to-1 ആയിട്ട് എന്തൊക്കെയാണ് ആദ്യം പറയേണ്ടത്, എന്തൊക്കെയാണ് അവസാനം പറയണം, എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് 2-3 1-to-1 ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ലീഡറേക്കാൾ കഴിവുണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പിന്നീട്. അങ്ങനെയാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർ. അപ്പൊ അങ്ങനെ 1-to-1 പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മസിൽ പിടിച്ച് മാറി നിൽക്കാതെ നമ്മൾ അവരൊരു കുടുംബ സുഹൃത്തിനെ പോലെ വിത്തിൻ, അല്ലെ, മിനിറ്റ്സ് സംസാരിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഇടപഴകി ചെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലേക്ക് വരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശേഷം, ഇത് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു,
വീട്ടിലാരൊക്കെയാണ്, എന്ത് ചെയ്യുന്നു, എന്ത് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീടൊക്കെ നല്ല അടിപൊളി വീടാണല്ലോ അല്ലെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ മൈൻഡ് ഒന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് വീണ്ടും, മൈൻഡ് ഒന്ന് ഓപ്പൺ ആവും. ബ്ലോക്കായ മൈൻഡിലൂടെ നമ്മൾ സംസാരിച്ചാൽ ഒന്നും നടക്കില്ല. മൈൻഡ് ഓപ്പൺ ചെയ്യാനുള്ള കീ ആണ് വേർഡ്സ് എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്. മനസ്സിലായ? അദ്ദേഹം മനസ്സ് മൂടിക്കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കീ നിങ്ങളുടെ കയ്യിലാണ്. ആ കീ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞ വേർഡ്സ് എന്ന് പറയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, മധുരമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇല്ലേ? എല്ലാവരും പുകഴത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ ചാക്കോ സാറേ? ആ, നിങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇല്ല. നിങ്ങൾ ആള് പുലിയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും കീ വേർഡ്സ് ആണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് അവരുടെ ഹൃദയം തുറന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് അവതരിപ്പിക്കുമ്പോൾ ഇത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ചെന്നതാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. 1 to 1 കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി പോയ ഒരു കച്ചവടക്കാരനായിട്ട് അവർക്ക് ഒരിക്കലും തോന്നാൻ വേണ്ടി പാടില്ല. അവരെ ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെടുക്കുന്ന എങ്ങനെയെങ്കിലും ഒരു എൻട്രി എടുത്തുകൊണ്ട് ഇയാൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ വേണ്ടി പാടില്ല. മനസ്സിലായ? ഈ പ്രൊഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ സജീവ് സാർ പറഞ്ഞ പോലെ കൊറോണയ്ക്ക് ശേഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് എന്ന് പറയുന്നു, കോടാനുകൂടി ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാകും. അതിന്റെ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക, സൈഡ് എഫക്റ്റുകൾ, ആഫ്റ്റർ എഫക്റ്റുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വന്നത്. നമ്മൾ അയൽപ്രദേശമൊക്കെ കാണുന്നില്ലേ, കുഴഞ്ഞു വീണ് വരണം, അറ്റാക്കും സ്ട്രോക്കൊക്കെ വരുന്നില്ലേ? അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ ക്യാൻസർ രോഗം പെരുകുന്നു കാണുന്നില്ലേ? ഇതിനെല്ലാം ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? അതിനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, എൻ്റെ വേണ്ടപ്പെട്ടവൻ എന്ന നിലയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറയാം. അപ്പൊ അവർക്ക് മനസ്സിലാക്കും, ഓ, ഇയാളെ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അവർക്ക് തോന്നുകയും അപ്പൊ കേൾക്കാൻ ഒന്നും കൂടെ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പൊ അവർക്ക് വേണ്ടി ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള തോന്നലുണ്ടാകണം. പക്ഷെ നമുക്ക് നമ്മളൊരു ഫാമിലി ബോണസ് അടിക്കാനാണ് നമ്മളെ ലക്ഷ്യം അല്ലേ? എന്നാൽ പോലും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 1 to 1 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 1 to 1 എപ്പോഴും നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കാൻ മറക്കരുത്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല, ഇവിടെ സജീവ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഡെമോ കാണിച്ചു കൊടുക്കാൻ മറക്കരുത്. ഡെമോ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡെമോ പ്രാക്ടീസ് ചെയ്യണം. അത് 2-3 തരത്തിലുള്ള ഡെമോ പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ഒരു ഡെമോ അവർ പറയും ഇത് ശരിയായില്ല, ഇത് മറ്റാണ്, ഇത് തള്ളിയില്ല, ഉന്തിയില്ല, ബലം കൊടുത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ 2-3 സിമ്പിൾ ഡെമോസ് ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. കൈ ഒറ്റ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ഡെമോ ഉണ്ട്, ഒരു വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് അത് വിടർത്തുന്ന ഡെമോ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ഡെമോസാണ്. ഈ ഡെമോ എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും തന്നെ അതിന് പ്രാപ്തരായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ ഇത് വന്നപ്പോൾ ഞങ്ങൾ 5-6 പേര് ഇത് കൊണ്ട് ഓടിയപ്പോൾ അന്ന് കളിയാക്കിയപ്പോഴും നമ്മളന്ന് ആവേശത്തോടുകൂടി ഇത് അട്ടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് അത്രയും നല്ല മിറാക്കിൾ റിസൾട്ട് കിട്ടുന്നത് കൊണ്ടും കിട്ടിയത് കൊണ്ടും ഇനി കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ടും ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചപ്പോൾ ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാവരും പിന്തിരിഞ്ഞ് നിന്നപ്പോൾ മുന്നോട്ട് നിന്നിട്ട് ഓടാൻ വേണ്ടി തയ്യാറായത്. വിജയിച്ച് പറ്റുന്നുള്ള ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും ഞാൻ ഇതിനകത്ത് നേടും, ആര് പോയാലും വന്നാലും ഞാൻ ബയോട്ടോറിയം ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ യു ആർ ദ വിന്നേഴ്സ്, നോ ഡൗട്ട്. മനസ്സിലായ? അതാണ് ഇവിടെ വേണ്ടത്. പലതും പോരും പലതും പോകുന്നു ഇല്ലേ? മരത്തിന്റെ ഇലകൾ കുറേ എന്താവും അല്ലേ, വീഴാറില്ല. അതോട്ട് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ഇല പൊഴിക്കും മരം. പക്ഷെ മരം ഉണങ്ങാറുണ്ടോ? ഇല പൊഴിച്ചാലും വേണ്ടില്ല, പൊഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ നല്ല ഇലകൾ ആ മരത്തിൽ വരും ഇല്ലേ? സംശയമുണ്ടോ? നല്ല ഇലകൾ വരും, തളിർക്കും, പൂക്കും, കായ്ക്കും വീണ്ടും. ഒരു സംശയവും വേണ്ട, ഇത് കഴിച്ചോണ്ടേ ഇരിക്കും. കേട്ടില്ലേ? ഒരു സംശയവും വേണ്ട. ആര് പോയാലും ആര് വന്നാലും നമ്മുടെ ഈ സിസ്റ്റം കറക്റ്റ്, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 1000 ദിവസം അല്ലെങ്കിൽ ഒരു 5 വർഷം ഇതിനെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ വേണ്ട രീതിയിൽ 1 to 1 കൊടുക്കാൻ തയ്യാറാവും. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളൊരു 5 പേരെ കാണാതെ ഉറങ്ങല്ലേ പ്ലീസ്. അത് നിങ്ങളൊരു എന്താ പറയുക, ഒരു ആവേശമാക്കി മാറ്റുക, ഒരു സബരിയാക്കി മാറ്റുക. നിങ്ങൾ 5 പേരെ ഞാൻ ഇന്ന് പ്രൊജക്ട് കൊടുത്തിട്ട് ഞാൻ ഉറങ്ങും. 5 പേരും ജോയിൻ ചെയ്യേണ്ടത്, അടുത്ത ദിവസം ജോയിൻ ചെയ്യണ്ട. പക്ഷെ പ്രകൃതി ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുന്നുള്ളതാണ് ഉറപ്പാണത്. ഞാൻ ചെയ്ത വഴിയാണ് പറയുന്നത്. പലരും വന്നില്ലെങ്കിലും മെല്ലെ 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 പ്രകൃതി നിങ്ങളിലേക്ക് ആളുകളെ എത്തിച്ചു തരും. അതുകൊണ്ട് 1 to 1 കൃത്യമായിട്ട് എല്ലാവരും കൊടുക്കാൻ തയ്യാറാകുക, പഠിക്കാൻ തയ്യാറാകുക.
അതിൽ സംസാരിക്കേണ്ട വാക്കുകളുണ്ട്. അതൊക്കെ തന്നെ കുറെ കൂടെ ക്ലാസ്സുകളിൽ മനസ്സിലാവും. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. റേഞ്ചും മഴയും പ്രോബ്ലം ഒക്കെയാണ്. മഴ ആ തിമിർത്ത് പെയ്യുമ്പോഴും നമ്മുടെ മനസ്സും തിമിർത്ത് പെയ്യണം. വിജയിച്ച് അടങ്ങുന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് ആര് പോയാലും ആര് വന്നാലും ഞാൻ ഈ ബയട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കും. അതിന് പറ്റിയ ടീം നമുക്കുണ്ട്, അതിന് പറ്റിയ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ആത്മവിശ്വാസത്തോടെ മഴ തിമിർത്ത് പെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും ആവേശവും വിജയപ്രതീക്ഷകളും തിമിർത്ത് പെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിങ്ങൾ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.